പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ
നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ അവരുടെ കഴിവിനേക്കാൾ കൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാമേ. സങ്കീർത്തനം 42:2 എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക. രാപ്പകൽ കണ്ണീർ എന്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. അതായത് നമ്മളെപ്പോഴും ഈ ദിവസങ്ങളുണ്ടല്ലോ, അതായത് ഇതൊരു വിഷയമാണ്. പല ആൾക്കാർക്കും ഭയങ്കര ദാഹമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അമിത ഭാരം വെക്കും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേ ഇപ്പം ഇവിടുത്തെ ഈ സങ്കീർത്തനത്തിൻ്റെ സത്യസന്ധമായ ഭാരക്കുറവുള്ള പ്രാർത്ഥന കാരണം പറക്കാൻ എളുപ്പമാണ്. എന്താ കാര്യം? എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ദാഹം എന്താ? നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ ദൈവത്തിനായിട്ടല്ല ദാഹിക്കണത്, ദൈവത്തിൻ്റെ ആനുകൂല്യത്തിനായിട്ടാണ് ദാഹിക്കുന്നത്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി എന്നല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി ദാഹിക്കുന്നു. അങ്ങനെ ഒരു കാലം മുഴുവൻ തുടർന്നുള്ള അവസ്ഥ എന്താ? അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഈട് വെക്കും. പിന്നെ ഒരു കാലത്ത് ഇത് പൊങ്ങത്തില്ല. പല ആൾക്കാരുടെയും പ്രാർത്ഥന ഭാരപ്പെട്ട പ്രാർത്ഥനയാണ്. കാര്യം എന്താണ്? ഇവർ ദൈവമായിട്ടുള്ള ഇടപാട്. ഇപ്പം ചിലർ ചോദിക്കണേ, എന്തിനാ എന്താ ഇപ്പം പള്ളിയിൽ നിന്ന് മാറണില്ല? അപ്പോൾ തിരിച്ച് പള്ളിയിൽ നിന്ന് പോകാത്തവരോട് നമ്മൾ പറയുമ്പോൾ നിങ്ങളൊന്നും കാണുന്നില്ലല്ല. ഞങ്ങൾ വലിയ പാപികളൊന്നും ഇല്ലേ. അപ്പോൾ എന്നുവെച്ചാൽ നമ്മൾ പാപികളുമായി തന്നെയല്ല, അവർക്ക് അതിനൊക്കെ ആവശ്യമില്ലെന്നാണ് പറയണത്. പള്ളിയിൽ പോകണ്ട എന്നുവെച്ചാൽ അപ്പോൾ എന്തോ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പള്ളി. ഏറ്റവും വലിയ ആവശ്യം എന്താ? ദൈവമാണെന്ന് ആ മരക്കഴുതൊക്കെ അറിയത്തില്ല. അത് ചിലർക്ക് മരണം വരെ അറിയാൻ പറ്റത്തില്ല. പിശാച് വന്ന ആ ജ്ഞാനം അവരിൽ നിന്ന് തട്ടി മാറ്റിക്കളയും മിക്കവാറും. കാര്യം ഏറ്റവും വലിയ ആവശ്യമെന്ന് പറഞ്ഞാൽ എന്താ? ഭൗതിക ജഡിക സമ്മർദ്ദങ്ങളെക്കാളല്ല, ദൈവമാണ് ഏറ്റവും വലിയ ആഗ്രഹം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതും ദൈവവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും റിലേഷനിലും ഒരു സ്നേഹത്തിൽ നിലനിൽക്കാനാണ് നമ്മുടെ ആത്മാവ്. അതായത് എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നുവെന്നാണ്. ഇസ്രായേൽ എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ. ഇസ്രായേൽ ദൈവത്തിൻ്റെ രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത്. ചത്ത ദൈവങ്ങളുണ്ട്, ജീവനുള്ള ദൈവങ്ങളുണ്ടാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയണത്. എന്താ പത്രോസ് പറയാം? പത്രോസിനോട് കർത്താവ് ചോദിക്കത്തില്ലേ, ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എവിടെ വെച്ചാൽ ചോദിക്കണേ? ഇത് കെസറിയ ഫിലിപ്പിൽ ചോദിച്ചു. കെസറിയ ഫിലിപ്പ് എന്താ? കേസാന്ന് പറഞ്ഞാൽ സീസർ.
സീസറിൻ്റെ ചക്രവർത്തിയുടെ അഭിധാനത്തിന് വേണ്ടി ഫിലിപ്പ് രാജാവ് പണികഴിപ്പിച്ച അമ്പലത്തിൻ്റെ മുകളിൽ വെള്ളരിക്കോലങ്ങളെപ്പോലെ എന്നാണ് പറയുന്ന ബറൂക്കിൻ്റെ പുസ്തകമില്ലേ, കണ്ണുണ്ട് കാണുന്നില്ലാത്ത വിഗ്രഹങ്ങൾ. അപ്പം എന്ന് വെച്ചാൽ അവർ അടയാളമായിട്ടല്ലല്ലോ, അവർ വിഗ്രഹമായിട്ട് തന്നെ ദൈവമായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ അതിനെ അടയാളമായിട്ടും പ്രതിരൂപമായിട്ടൊക്കെയാണ് പ്രതിച്ഛായിട്ട് കാണും. അപ്പൻ്റെ അമ്മയുടെയൊക്കെ രൂപങ്ങൾ നമ്മൾ വെക്കുന്നില്ലേ, ആദരവോടെ കാണും. അതിനൊരു ആ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ആദരവാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അത് സ്നേഹത്തിൻ്റെ ഭക്തിയുടെ വേറെ ഒരു തലമാണത്. പക്ഷേ ഇതങ്ങനെ ചിലരങ്ങനെയല്ല, ചിലർ അതാണെന്നതിനാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് പത്രോസ് പറയും, നീ ഇതുപോലെയുള്ള ദൈവമല്ല, ഈ സീസറിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിലിരിക്കുന്ന പോലെയുള്ള വിഗ്രഹം പോലെയുള്ള ആളല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് ശരിക്കും പറയണത്. ഇപ്പം ആത്മാവ് എപ്പോഴും നിങ്ങൾ വീട്, ജോലി, വിവാഹമെന്നും പറഞ്ഞ് ഭൗതിക ആനുകൂല്യത്തിന് വേണ്ടി ദൈവത്തിനെ എപ്പോഴും സമ്മർദ്ദത്തിൽ ഇങ്ങനെ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ദൈവത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം. ഒരിക്കലെങ്കിലും ദൈവത്തിന് അങ്ങനെ തോന്നിയില്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. അല്ല, ദൈവത്തിൻ്റെ ആനുകൂല്യത്തിനായിട്ട് എപ്പോഴും ദാഹിക്കണമല്ല, അനുഗ്രഹത്തിനായിട്ട് ദാഹിക്കണമല്ല, ദൈവത്തിനായിട്ട് ദാഹിക്കണം. അങ്ങനെയാണോ നിൻ്റെ ജീവിതമെന്ന് ഒരു ഇൻട്രോസ്പെക്ഷൻ മനസ്സിലിരുത്തി നോക്കിയാൽ, ദൈവത്തിന് വേണ്ടി കൊതിക്കാൻ തുടങ്ങിയ പിന്നെ പ്രാർത്ഥനകളെല്ലാം സിമ്പിളാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പേര് ഷൈനി. ഇതെൻ്റെ മോള് അനന്യാസം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ആൾത്താരയിൽ എനിക്ക് രണ്ടാമത് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവും യേശുവും കനിഞ്ഞ തന്ന വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2021 9-ാം മാസമാണ്. ഞാനത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നു. അതുപോലെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് മോളുടെ ഒരു സൗഖ്യം കിട്ടിയതിൻ്റെ സാക്ഷ്യം പറയാണ്. പിന്നെ മാതാവ് എപ്പോഴും ഞങ്ങളെ കൂടെയുണ്ട് എന്നുള്ളതും ഇതുവഴി രേഖപ്പെടുത്തുന്നു. എൻ്റെ വീട് വന്നിട്ട് തിരുവനന്തപുരം പാറശാല ആ ഭാഗത്തു നിന്നാണ്. ഞങ്ങൾ MSc കത്തോലിക്കയാണ്. എൻ്റെ മകൾക്ക് 1.5 വയസ്സ് മുതൽ അവൾക്ക് പനിയും കഫക്കെട്ടും വന്നിട്ടുണ്ട്. അവൾ വന്നിട്ട് 1.5 വയസ്സിൽ കഫക്കെട്ടായിരുന്നു. വീടിൻ്റെ അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. വീട്ടിൽ കൊണ്ടുവന്നു, പിന്നെയും പനി വന്നു, കഫക്കെട്ട് പിന്നെയും കൂടി. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. അവിടെ നിന്ന് പിന്നെയും കുറവുണ്ടായി, വീട്ടിൽ കൊണ്ടുവന്നു, പിന്നെയും പനി വന്നു. അങ്ങനെ പിന്നെ തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് എക്സ്റേ എടുത്തപ്പം പറഞ്ഞു ന്യൂമോണിയയാണ് കുഞ്ഞിന് എന്ന്. അവിടെ അഡ്മിറ്റാക്കി കുറഞ്ഞ് വീട്ടിൽ വന്നപ്പം പിന്നെയും പനി വന്നു. പിന്നെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു 5-6 മാസം വരെ വേറെ പനി കുഴപ്പമില്ലായിരുന്നു. അസുഖം ഇങ്ങനെ കുറഞ്ഞിരുന്നു. എനിക്കും ഈ കുഞ്ഞിനെ ഇവയൊക്കെ വലിയ കാര്യമായിട്ട് എന്തോ അസുഖം ഉണ്ടെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാതാവ് തന്നെ അത് നമുക്ക് തെളിയിച്ച് തന്നിട്ടുണ്ട്. എന്നാലും ഞാനൊക്കെ ഒരു മന്ദബുദ്ധി ആയതുകൊണ്ട് പെട്ടെന്ന് അത് ക്യാച്ചെടുക്കാനായിട്ട് നമുക്കറിയില്ലായിരുന്നു. പിന്നെ കുഞ്ഞിന് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് ഉടമ്പടിയിലായിരുന്നാലും ഞാൻ ഇവളുടെ കാര്യം കുഞ്ഞിന് പെട്ടെന്ന് കുറയണം എന്ന് ഉള്ള ഇതിൽ ഉടമ്പടിയിൽ വച്ചിട്ടില്ലായിരുന്നു. ഇവക്ക് ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ ഇങ്ങനെ വന്നിട്ടുണ്ട്. ന്യൂമോണിയ തന്നെയല്ലോ അങ്ങ് പോകും കഫക്കെട്ട് തന്നെയല്ലോ മാറുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അത് വന്നിട്ട് കൊച്ചിനിപ്പം 8-9 വയസ്സാകാൻ പോകുന്നു. 7-8 പ്രാവശ്യം ഏകദേശം 9 പ്രാവശ്യമെങ്കിലും അവൾക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട്.
ഇത് പാറശാലയിൽ തന്നെ 5-6 മാസം ആകുമ്പോൾ അഡ്മിറ്റ് ആവും, പിന്നെ കുറയും, പിന്നെയും പെട്ടെന്ന് വരും, പിന്നെയും കുറയും. അവർക്ക് ഒരു ഇതിലും എനിക്ക് പിന്നീടാണ് കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ അസുഖമാവണമല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത്. പിന്നെ എന്നാലും ദൈവം എന്നെ അത്ര മാത്രം ശക്തിപ്പെടുത്തുന്നത്. എനിക്ക് വന്നിട്ട് ഒരു മോളാണ് ഉള്ളത്. അതുകൊണ്ട് ചേട്ടൻ ഗൾഫിലാണ്. അപ്പോൾ എനിക്ക് ഇവൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ പിന്നീട് എനിക്ക് ഒരു പേടി പോലെ കൊച്ചിന് എന്ത് പറ്റി എന്താണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ പാറശാല ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കൊച്ചിനെ കൊണ്ട് SITയിൽ കൊണ്ടുപോകുന്നത്, എനിക്ക് റെഫർ തരണമെന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ റെഫർ വാങ്ങി നേരെ SITയിൽ കൊണ്ടുപോയി. എൻ്റെ കൂടെ ആരും ഇല്ല, യഥാർത്ഥം പറഞ്ഞാൽ കൊണ്ടു വരാനോ ഇവളെ കൂടെ നമ്മളെ കൂടെ നിൽക്കാനോ അഡ്മിറ്റായോ എന്തെങ്കിലും വാങ്ങിത്തരാൻ പോലും ആരുമില്ലായിരുന്നു. SITയിൽ പോയി അവിടെ ഡോക്ടറെ കണ്ടപ്പം തന്നെ അവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു കഫക്കെട്ട് ഉണ്ട്, ന്യൂമോണിയയാണ് എന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റാക്കിയപ്പോൾ പിറ്റേന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പം കുറഞ്ഞപ്പം ഡോക്ടർ എന്നെ പറഞ്ഞു, സീനിയർ ഡോക്ടർ പറഞ്ഞു, ഈ കൊച്ചിന് ഇനി അഥവാ കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ CT എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴെടുക്കണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം നോർമലാണല്ലോ, ഇപ്പം വേറെ കുഴപ്പമില്ല, ഈ മരുന്നിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി CT എടുക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോഴെന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു 3-4 മാസമായപ്പം പിന്നെയും കൊച്ചിനെ വയ്യ, കഫക്കെട്ട്, പനി. എന്നാലും എൻ്റെ മനസ്സിൽ ഒരു ടെൻഷനില്ല. കൊച്ചിന് കുറയും, കൊച്ചിന് പനി ഇങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. ഞാൻ അവിടെ ആശുപത്രിയിൽ പിന്നെയും കൊണ്ടുപോയി. SITയിൽ കൊണ്ടുപോയപ്പം അവിടെ സീനിയർ ഡോക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു. കൊച്ചിന് പിന്നെയും ഇങ്ങനെ വന്നപ്പം ഒരു ഡോക്ടറല്ല, പെട്ടെന്ന് എല്ലാ ഡോക്ടർമാർക്കും ഒരു കൺഫ്യൂഷൻ, എന്താണ് ഇവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കാണും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഞാൻ മാത്രം അവിടെ കൊച്ചിനെ കൊണ്ട് പോണതുകൊണ്ട് എൻ്റെ കൂടെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയില്ല. എന്നോട് ചോദിക്കും കൂടെ ആരുമില്ലേ എന്ന്. ഞാൻ പറയില്ല, ആരുമില്ല എന്ന്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. ഞാനായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കൊച്ചിനെ അഡ്മിറ്റ് ആക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കരയുകയാണ്. അഡ്മിറ്റ് ആക്കുമ്പോൾ ഇത്രയും ദൂരം SIT വന്നിട്ട് തിരുവനന്തപുരം ഭാഗത്താണ്, എൻ്റെ വീട് വന്നിട്ട് പാറശാല, ആരും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ. ഇവരെല്ലാവരും കൂടെ ഒന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് എൻ്റെ മോക്ക് എന്താണെന്നുള്ള ഒരു ഭയമുണ്ട്. എന്നാലും അതങ്ങ് മാറ്റി. അവർ എൻ്റെ അടുത്ത് അങ്ങനെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ആശുപത്രിയിൽ അവർ CT എടുക്കാൻ വിട്ടു. അപ്പോൾ CT എടുക്കാൻ സ്കാൻ അവിടെ കൊണ്ടുപോയപ്പോൾ ഡേറ്റ് അവർ നല്ല ലേറ്റാക്കി തന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് CT എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയുടെ അകത്ത് തന്നെ ഒരു ലാബ് ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി CT എടുത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആണ് അവർ പറഞ്ഞത്, ആദ്യം പറഞ്ഞല്ല എന്തോ ആഹാരം കഴിച്ച് കൊച്ചിന് ശ്വാസകോശത്ത് എന്തോ ഉണ്ട്, ആഹാരത്തിൻ്റെ അംശങ്ങളാണ് ഇരിക്കുന്നത്, ഒരു കടലയുടെ രൂപത്തിൽ എന്തോ അംശം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എടുത്താൽ മാറും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അറിയില്ല, ഞാനൊരു മന്ദബുദ്ധി ആയതുകൊണ്ട് കൂടുതലായിട്ട് അതിനെ ഒരു വില കൊടുത്തില്ല, അത് കാര്യമായിട്ട് എടുത്തില്ല എന്നാണ് സത്യം. അപ്പോൾ എന്തോ ആഹാരം എടുക്കാം ഇവിടെ എന്തോ ആഹാരം കൊച്ചിലെ എന്തോ എടുത്ത് വിഴുങ്ങിയതാണ് എന്നാണ് പറഞ്ഞത്. കൊച്ചിനെ ഇഴഞ്ഞുകൊണ്ട് നടക്കുന്ന ഭാഗത്ത് ആ സമയത്ത് എന്തോ എടുത്ത് വിഴുങ്ങി അത് ശ്വാസകോശത്ത് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പോൾ ഞാനും അത് എടുക്കാം, വേറെ കുഴപ്പമില്ല, അമ്മ വിഷമിക്കേണ്ട, ആ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അത് ദൈവകൃപയിൽ അങ്ങ് മാറും എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ CT എടുത്തപ്പോൾ അഡ്മിറ്റായിട്ട് അവർ ഇഞ്ചക്ഷനും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡോക്ടർ, സീനിയർ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കുഞ്ഞിന് കാര്യമായിട്ട് അസുഖമുണ്ട്, കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണം. അപ്പോൾ എനിക്കൊരു ചെറിയൊരു കത്തലുണ്ട്, എന്താണ് എനിക്ക് എല്ലാം വാങ്ങിക്കൊടുക്കണം എന്താണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു വേറെ കുഞ്ഞുണ്ടോ, വേറെ മോളുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇവൾ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാം വാങ്ങിക്കൊടുക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. അതിന് ശേഷമാണ് പിന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് നിങ്ങളെ പാറശാല ആ ഭാഗത്തേക്ക് എന്നെ വെച്ചാൽ ഇവിടെ ഇൻഫെക്ഷനാവും, കൊച്ചിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട, നേരെ പാറശാലയിലേക്ക് ഡിസ്ചാർജ് ആക്കി അവിടെ അഡ്മിറ്റാക്കി അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. അവിടെ നിന്നും എനിക്ക് ടെൻഷനൊന്നുമില്ല, പക്ഷേ ഞാൻ ആഹാരം കഴിക്കില്ല, പക്ഷേ കുളിക്കില്ല, അങ്ങനെയുള്ള ഒരു ടെൻഷൻ. പക്ഷേ മാനസികമായിട്ട് എനിക്ക്
ധൈര്യമാണ്. എന്താ വന്നാലും നോക്കാം, വേറെ കുഴപ്പമില്ല. കൊച്ചിൻ്റെ അടുത്ത് പറയും വേറെ കുഴപ്പമില്ല മക്കളെ, നീ ഇത് കഴിച്ചോ എന്ന് എന്ത് വേണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യും, ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ടും എൻ്റെ ചേച്ചി എടുത്ത് ഫോൺ വിളിച്ചിട്ട് ചോദിക്കും, എൻ്റെ മോൾക്ക് എന്ത് പറ്റി, ഞാൻ ഈ സ്കാനിങ്ങിൻ്റെ ഇതെല്ലാം ഇവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവർ ഡോക്ടറിൻ്റെ അടുത്ത് അവർ പറയും വേറെ ഒന്നുമില്ല, പ്രാർത്ഥിയിരെന്ന് പറയും. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ കൊടുക്കാം ഇവളെ കൊണ്ട് നേരെ വേറെ ആശുപത്രി അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് അവിടെ നേരെ എൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാ ഇഞ്ചക്ഷനും എല്ലാം എടുത്തതിന് ശേഷം ഒരു എക്സ്റേ കൂടെ എടുത്ത് നേരെ SITയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇഞ്ചക്ഷനെല്ലാം പൂർത്തിയാക്കിയിട്ട് എക്സ്റേ എടുത്ത് തിരിച്ച് കൊണ്ടുപോയി. അത് കടലയുടെ രൂപം അന്ന് വരെ തെളിയാത്ത അത് അല്പം കൂടെ എക്സ്റേയിൽ അല്പം കൂടെ ക്ലിയറായിട്ട് അത് തെളിഞ്ഞ് കാണുകയും അത് തിരിച്ച് കൊണ്ടു കൊടുത്തപ്പം എല്ലാ ഡോക്ടർമാർക്കും കൂടുതൽ ബോധ്യമായി എന്തോ അവൾക്ക് അസുഖമുണ്ട് എന്തെങ്കിലും. അപ്പം എനിക്കും വേറെ എൻ്റെ അടുത്ത് പറയാണ് വേറെ പ്രശ്നമില്ല എന്ന് പറയും. അപ്പം ഞാൻ വിചാരിക്കും ശരി കുഴപ്പമില്ലല്ലോ, അല്ലേ മാതാവ് കൂടെ ഉണ്ട്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ ഡിസ്ചാർജ് ആക്കി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം ബ്രോങ്കോസ്കോപ്പി അവൾക്ക് ചെയ്യേണ്ടി വരും, അതുകൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഡേറ്റ് ഇല്ല, അതുകൊണ്ട് ഡിസ്ചാർജായി പോയിട്ട് വേറൊരു ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചിൻ്റെ കാര്യം പിന്നീടാണ് നിയോഗമായിട്ട് അസുഖം മാറണം എന്ന് ഞാൻ വച്ചിരുന്നത്. അപ്പോൾ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇനിയും ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചോദിച്ചു കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പോഴാരും ഇല്ല, കൂടെ വരാൻ ആരുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് വരാൻ അല്പം പേടിയുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഈ കൊച്ചിനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചേട്ടൻ്റെ അമ്മയും അങ്ങനെ വിടൂല. എൻ്റെ വീട്ടിൽ അവരും പറഞ്ഞു കൊച്ചിന് വയ്യാത്തല്ലേ അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതില്ല, എൻ്റെ അമ്മ എനിക്ക് തന്ന കുഞ്ഞാണ്. കാരണം കുഞ്ഞിനെ വയറ്റിലാകുമ്പോൾ മുതൽ ഞാൻ ദൈവത്തിന് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഒരു കുഞ്ഞെങ്കിലും എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയ മോളാണ് ഇവള്. അതുകൊണ്ട് മാതാവ് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് പേടി എന്നുള്ള സംഭവം എനിക്ക് അപ്പോഴില്ലായിരുന്നു. എങ്ങനെയെങ്കിലും മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കുക, അച്ഛനെ കാണണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനെ അന്ന് രാത്രിയിൽ ഇവിടെ വന്നു. ഒരു രാത്രി വെളുപ്പാങ്കാലം 1:10 ഇവിടെ എത്തിയപ്പം സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഗേറ്റ് തുറന്നു വന്ന് അന്നിവിടെ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിടന്നു. പിറ്റേന്ന് രാവിലെ വന്നു ഉടമ്പടി പുതുക്കിയിട്ട് ഞാനങ്ങ് പോയിട്ട് അവിടെ ബ്രോങ്കോസ്കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പുതുക്കിയതിന് ശേഷം തന്നെ പോയപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, മാതാവേ നീ വരണേ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, എനിക്കൊരു പേടിയുണ്ട് പിന്നീട് മനസ്സിൽ. അതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിൻ്റെ കൂടെ ഉണ്ടാവണേ, എനിക്ക് വേറെ ആരും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അതിന് മുമ്പായിട്ട് ഇവർക്ക് പനി ഇടയ്ക്ക് ഡിസ്ചാർജ് ആയതിന് ശേഷവും പിന്നെ പനി വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൂടുതൽ ജപമാല പറയും. ഒരു ദിവസം ഇവൾ കിടന്ന് ഉറങ്ങിയപ്പോൾ നല്ല പനി. അപ്പോൾ ഞാൻ ഇവൾക്ക് ഗുളിക കൊടുത്തിട്ട് മാതാവിൻ്റെ ഉപ്പുമൊക്കെ എടുത്ത് കൊടുത്ത് ഇവളെ എണ്ണയും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവളടുത്തിരുന്ന് ഞാൻ ജപമാല പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു ജപമാല പറഞ്ഞു, 2 ജപമാല പറഞ്ഞു, 3ാമത്തെ ജപമാലയിൽ എന്നോട് സംസാരിക്കണേ, ഷൈനി നിന്നെ മറക്കൂല, നിന്നെ മറക്കൂല. അങ്ങനെ 2 പ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് ഇത് സംസാരിക്കുന്നതെന്ന്. അപ്പോഴേ ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ ഈ ജപമാലയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അമ്മ, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റും, എനിക്ക് നിത്യതയിലെ അമ്മയെ യേശുപ്പയെ അടുത്ത് പോകാൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ടും എനിക്ക് ഈ ചിന്ത വരുന്നില്ല, മോൾക്ക് ഇങ്ങനെയുള്ളൊരു അസുഖത്തിന് കൂടെ നിൽക്കുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലേക്ക് വരുന്നില്ല. എന്നാലും ഞാൻ അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആശുപത്രി കൊണ്ടുപോയിട്ട് പിന്നീട് ഞാൻ ഇവിടെ ബ്രോങ്കോസ്കോപ്പി ചെയ്യേണ്ടതിൻ്റെ അന്ന് രാവിലെ ആശുപത്രി കൊണ്ടുപോയി. എല്ലാവരും വന്നു. എല്ലാവരും സാക്ഷ്യത്തിൽ കേൾക്കും പോലെ ഞാനും പറഞ്ഞു, മാതാവേ നീ വരുവാണെങ്കിൽ ഒരു ഗ്രേ കളറിട്ട ഒരു ഡ്രസ്സിട്ട ഏതെങ്കിലും ഒരാൾ വരണേ എന്ന് പറഞ്ഞു. അങ്ങനെ
അന്ന് വന്നതിൽ ഭൂരിഭാഗം ഡോക്ടർമാരും ഒരു മൂന്ന് ഡോക്ടർമാരുണ്ടായിരുന്നു. 3 ഡോക്ടർമാരും ഗ്രേ കളറായിരുന്നു ഡ്രസ്സ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് കൂടെയുണ്ടെന്ന്. ഇവളെ ബ്രോങ്കോസ്കോപ്പിക്ക് കയറ്റി. പക്ഷേ പുറത്തിരുന്ന് ഞാൻ പൊട്ടിക്കരയായിരുന്നു. കരയല്ല, പക്ഷേ കരയും മാത്രമല്ല, ജപമാല പറയണോ എനിക്ക് പുറത്തിരുന്നിട്ട്, എന്തെന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല, എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ജപമാല എടുത്തിട്ട് ഞാൻ പറയണം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയെന്ന് അത്രയും തന്നെ പറഞ്ഞു ഞാനിരിക്കുകയായിരുന്നു. ഞാൻ പൊട്ടിക്കരയായിരുന്നു അവിടെ ഇരുന്നുണ്ട്. അപ്പോഴേ എല്ലാവരും ഈ NICയിൽ കിടന്ന ആൾക്കാർ മദറൊക്കെ വന്നിട്ട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, പേടിക്കണ്ട, അവൾക്ക് ഒരു കുഴപ്പവുമില്ല, ധൈര്യമായിട്ടിരിക്കുക. ഇതുപോലെ ആൾക്കാരൊക്കെ വരും, വേറെ കുഴപ്പമില്ല. ഇവളുടെ സൗണ്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്യുമ്പോൾ ഞങ്ങളെ പുറത്താക്കും. അമ്മയും അത്രയും നേരം വരെ എന്നെ അവളുടെ അടുത്ത് നിർത്തിയിട്ട് ആ സമയമാകുമ്പോൾ നമ്മളെ പുറത്താക്കിയപ്പോൾ അവളുടെ സൗണ്ട്, അവളുടെ കരച്ചിൽ കുറച്ച് കേട്ടപ്പോൾ മുതൽ എനിക്കും കൂടുതൽ ടെൻഷനായി. എന്നിട്ട് പുറത്ത് ഇവളെ കൊണ്ടുവന്നതിന് ശേഷം ഡോക്ടർമാർ, അതിന് മുമ്പായിട്ട് ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് പറഞ്ഞ്, എന്തിനാ നീ പേടിക്കുന്നത്? നമ്മൾ വിളിക്കുന്ന ജീവനുള്ള ദൈവത്തെയല്ലേ, പേടിക്കേണ്ട, ധൈര്യമായിരിക്കും, അവൾക്കൊന്നുമില്ലയെന്ന്. അപ്പോഴേ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ സന്തോഷം തന്നെ തോന്നിയത്. എന്നിട്ട് ഡോക്ടർമാരോട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എന്തിന് കരയുന്നത്, അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവർ തന്നു, എല്ലാം നോർമൽ എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അത് ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് അവർ എൻ്റെ ഡോക്ടർമാർ എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുമ്പോൾ അവളുടെ ശ്വാസകോശത്ത് ഒരു കടലപോയിലിരിക്കുന്ന ഒരു സിസ്റ്റ് അവിടെ ആ ഭാഗത്തില്ല, എല്ലാം നോർമലെന്ന് ഇത് പേപ്പറിൽ എഴുതി എനിക്ക് തരികയും ചെയ്തു. വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് എൻ്റെ അവൾക്ക് മിനിമം ഇഷ്ടം ഉണ്ടാവും. അവളെ മയക്കിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അത് എണീറ്റിട്ട് പിറ്റേന്ന് തന്നെ ഒരു എക്സ്റേ എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് തന്നെ രാവിലെ തന്നെ ഒരു എക്സ്റേ എടുത്തു. അതിൽ യാതൊരു കുഴപ്പമില്ല, ഒരു കടലയുടെ ഒരു ഭാഗവും ഇല്ല, ഒരു സിസ്റ്റവും ഇല്ല. ദൈവം വലിയ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം വെച്ചാൽ എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ജീവിതത്തിൽ തന്നെ. അത് മാതാവിനും ഉണ്ണീശയ്ക്കുമൊക്കെ അറിയാം. ഞാൻ എൻ്റെ അമ്മയെ പോലെയും ഉണ്ണീശയെ എൻ്റെ ഒരു മോനെ പോലെയൊക്കെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഉണ്ണീശയെ ഞാൻ അങ്ങനെയാണ് കരുതിയത്. ഉണ്ണീശയെ ഞാൻ പറയും, ഉണ്ണീശയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, എൻ്റെ കൂടെ ഉണ്ടാവണേ ഉണ്ണീശയോ, നീ എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ തന്നു. ഇതുപോലെ വലിയ അത്ഭുതങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ പല സമയത്തും നടന്നിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നപ്പം പിന്നെയും കൊച്ചിന് ചെറിയൊരു പനി പോലെ വന്നു. അതുകൊണ്ട് പിന്നെ അന്ന് സാക്ഷ്യം പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഉടമ്പടി പുതുക്കിയിട്ട് ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛൻ അവളുടെ തൊട്ടിട്ട് പറഞ്ഞ്, വേറെ ഒന്നും പറഞ്ഞില്ല, ചിരിക്കുകയാണ് ചെയ്തത്. പിറ്റേന്ന് അവളെയും ബ്ലെസ്സിങ് ചെയ്തു, എന്നെയും ബ്ലെസ് ചെയ്തു. ഞാൻ വീട്ടിൽ പോയി. 1 മാസം കഴിഞ്ഞപ്പം എൻ്റെ പച്ച മെഴുകുതിരിയിൽ ഒരു ഹാർട്ടിൻ്റെ രൂപം, അതിൽ എന്നിട്ട് 3, 4, 5 ഡേറ്റുകൾ ഇങ്ങനെ കാണുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഇതെന്താണോന്നോ എനിക്കറിയില്ലല്ലോ. അന്നും ആ സമയത്തും കൊച്ചിന് ശ്വാസമുട്ടലുണ്ടായിരുന്നു, അലർജി രോഗം പോലെ അവൾക്ക് ചെറിയ ചുമ കഫം അങ്ങനെയുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആ 3 എന്ന് പറഞ്ഞ ഡേറ്റ് ആയപ്പം പുതിയതായിട്ട് ഞാൻ മരുന്ന് വാങ്ങി. ഇവക്ക് ശ്വാസമുട്ടലിന് ആവി പിടിക്കാൻ വേണ്ടിയുള്ള മരുന്നും പനിക്കുള്ള മരുന്നും എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് എനിക്ക് അന്ന് ഞാൻ നോക്കിയപ്പം ഇവർക്ക് വേറെ കുഴപ്പമില്ലല്ലോ, എന്തിന് ഞാനിങ്ങനെ ആവി പിടിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ പിന്നെ അവൾക്ക് ആവി പിടിച്ചില്ല. അന്ന് ഞാൻ ആ മരുന്ന് പൊട്ടിക്കുകയോ പറക്കുകയോ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഈ കൊച്ചിന് ശ്വാസമുട്ടലിൻ്റെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു, അതെല്ലാം നിർത്തി തന്നു. ഇതിൽ ഒരു വലിയ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടത്തി തന്നെ പരിശുദ്ധ യേശുവിനും അമ്മയ്ക്കും കോടാക്കോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തി വന്നിട്ട് ഞാൻ ചോറ് എല്ലാ ആഴ്ചയിലും ഒരു പൊതി ചോറെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും. അതുപോലെ ഒരു മാസത്തിൽ 5 പേർക്ക് ആശുപത്രിയിൽ 5 പേർക്ക് ഞാൻ ഫുഡ് തയ്യാറാക്കി കൊടുക്കും.
പിന്നെ എനിക്കൊരു വണ്ടിയുണ്ട്. ഞാൻ എവിടെ പോയെന്നാലും ആരെങ്കിലും ചുമ്മാ വയസ്സായ ആൾക്കാർ, ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുക കണ്ട അവരുടെ അടുത്ത് ചോദിക്കും വരുന്നുണ്ടോ, നമ്മൾ അവിടെ വരെ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കയറാൻ പറയും. അങ്ങനെ കയറി എത്ര പേര് അങ്ങനെ പറയും. വയസ്സായ ആൾക്കാർ, മക്കളെ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം ഞാൻ പറഞ്ഞു, ഞാനത് നിർത്തി അമ്മയെ കയറ്റി എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ യേശുവിൻ്റെ നാമത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി ACTയിൽ അപ്പോഴും അഡ്മിറ്റായിരുന്നു. ഏകദേശം ഒരു 1.5 മാസം വരെ അഡ്മിറ്റായിരുന്നപ്പോൾ ആ സമയത്ത് ACTയിലെ ആശുപത്രിയിൽ ആൾക്കാർ ചോറ് വാങ്ങിക്കാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ അവിടെ കൊണ്ടു കൊടുക്കും. പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. ഈശോയ്ക്ക് അമ്മയ്ക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നിർത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവനെ ശുശ്രൂഷിച്ചു. ഷൈനി എന്ന ഈ അമ്മ തൻ്റെ മകൾക്ക് വേണ്ടിയാണ് പ്രത്യക്ഷീകരണ സാക്ഷിയായി അൾത്താരയിൽ കയറി വന്നതെന്ന് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നത്. മകൾക്ക് 9 തവണ ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇതെന്തുകൊണ്ടാണ് വീണ്ടും ഈ പനി വരുന്നതെന്നറിയാതെ വളരെ സങ്കടപ്പെട്ട ഒരവസ്ഥയിൽ തനിക്കിവിടെ വരാനും വളരെ ദൂരത്ത് നിന്ന് വന്നു പോകാനുള്ള പല തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഉടമ്പടി പുതുക്കിയാൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്നുള്ളൊരു വലിയ ആത്മധൈര്യമായിരുന്നു ഉടമ്പടി ഉറച്ചു വിശ്വസിക്കാനുള്ള ഈ മകൾക്ക് ബോധ്യം ലഭിച്ചത്. ഷൈനി തന്നെ പല പ്രാവശ്യം പറയുന്നു, ഞാനൊരു മന്ദബുദ്ധിയാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ബുദ്ധിയും നല്ല ആത്മധൈര്യവുമുള്ളവർ മാത്രമേ ഉടമ്പടി എടുക്കാവൂ എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണം അതൊരു ജീവിത രീതിയാണ്. ഈ അമ്മയ്ക്ക് അത് കൃത്യമായി പാലിക്കാൻ സാധിക്കുന്നതിൻ്റെയും ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മ നൽകുന്ന മാർഗദർശനങ്ങൾ കൃത്യമായി പാലിക്കുവാനും സാധിക്കുന്നത് ഒരു ബുദ്ധിയുള്ള വ്യക്തിയായതുകൊണ്ടാണെന്ന്, ബോധ്യങ്ങളുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഷൈനിക്ക് അത് സാധ്യമായതെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കാം. ഇവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളിലൂടെ കടന്നുപോയെങ്കിലും രോഗം എന്തുകൊണ്ടാണ് ഈ പനി മാറാത്തത് എന്ന് കണ്ടുപിടിക്കാനായിരുന്നില്ല. ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഈ മകൾക്ക് വലിയ ദർശനങ്ങളിലൂടെയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകിക്കൊണ്ട് ഈ അമ്മയോട് തന്നെ പരിശുദ്ധ അമ്മ സംസാരിച്ചു, ഷൈനി ഞാൻ നിന്നെ മറക്കുകയില്ല. ഇപ്പോൾ ഷൈനിക്ക് ചിന്തിച്ചത്, ഇനി എൻ്റെ ഈ ലോകജീവിതം അവസാനിക്കാറായി, ഞാൻ വളരെ കൃത്യമായി ഉടമ്പടി പാലിച്ചതുകൊണ്ട് എനിക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി എന്നാണ് ഈ മകൾക്ക് തോന്നിയത്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിന് നൽകിയ ഈ കുഞ്ഞിനെ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ജീവൻ നൽകി അനുഗ്രഹിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. തിരിയിലൂടെ മകൾക്ക് 3 എന്ന ഡേറ്റ് കാണിക്കുകയും വളരെ കൃത്യമായി ബ്രോങ്കോസ്കോപ്പിയിലേക്ക് ടെസ്റ്റിലേക്ക് കടന്നു ചെന്നപ്പോൾ വളരെ ചെറുപ്പത്തിലുണ്ടായ ഒരു ഇഴഞ്ഞു നടക്കുന്ന പ്രായത്തിലുണ്ടായ മകളുടെ ശ്വാസകോശത്തിൻ്റെ തടസ്സം, അവിടെ ഒരു കടല പോലെ എന്തോ ഉള്ളൊരു മാംസപിണ്ഡം അവിടെ ഇല്ലാതായി, അവിടെ കാണുന്നില്ല എന്നൊരു വലിയ റിപ്പോർട്ട് മകൾക്ക് വളരെ സന്തോഷത്തോടെ ഡോക്ടേഴ്സ് തിരിച്ചു നൽകിയത്. അതിനുള്ള എല്ലാ സാമീപ്യവും ഗ്രേ കളറിലുള്ള പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി സ്വപ്നദർശനങ്ങളിലൂടെയും സംസാരത്തിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും എല്ലാം പരിശുദ്ധ അമ്മ വളരെയധികം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നു. ഷൈനിക്ക് ലഭിച്ച ഒരു വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഇതിനെ തരംതിരിക്കുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി പുതുക്കിയപ്പോഴാണ്. ഈ മകൾ ഈശോയെ കൈവിട്ടു പോവുകയില്ല എന്നുള്ള വലിയ ഒരു ബോധ്യം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുമ്പോഴാണ് നമ്മുടെ ആ ഗ്രീൻ സിഗ്നൽ നൽകിക്കൊണ്ട് ഈശോയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ കൈമാറുന്നത്. ഇവിടെയാണ് ഷൈനിയുടെ മകൾക്കുള്ള സൗഖ്യം നൽകിയതും വളരെ പൂർണ്ണ ആരോഗ്യവതിയായി മെഡിക്കൽ റിപ്പോർട്ടോടുകൂടി ഈ വേദിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്നുകൊണ്ട് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. നമ്മുടെ എല്ലാ രോഗാവസ്ഥയെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. എത്ര തന്നെ ജീവിതഭാരം ആയിട്ട് നമ്മളിവിടെ കടന്നു വന്നാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടുകയില്ല. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഉടമ്പടിയിലൂടെ നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഈശോ ഷൈനിയുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്
നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് സത്യമായി അൾത്താരിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്, ചേർത്തല. ഇവിടുന്ന് ഒരു കൊന്ത ദൂരത്തിലാണ് എൻ്റെ താമസം. മായത്ര തിരുഹൃദയ ദേവാലയൻ്റെ ഇടവക. ഇതെൻ്റെ അമ്മ അനിത, ഇതെൻ്റെ വൈഫ് ഷീലു. ഒരുപാട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ മൂന്നുപേരുടെ ആയിരിക്കുന്നത്. ആദ്യമായി ഒരു വചനം കോട്ടിയാണ് ജോൺ 13:1. ഹി ലവ്ഡ് ദം അൺ ടു ദ വെരി എൻഡ്. തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഞങ്ങൾ രണ്ടുപേരും UK ഞാൻ സ്റ്റുഡൻ്റായിട്ടാണ് പോയത്, ആൾ നേഴ്സാണ്. അപ്പോൾ 24 ജാനുവരിയിലാണ് ഞാൻ സ്റ്റുഡൻ്റായിട്ട് പോകുന്നത്. 1 ഇയർ കോഴ്സ് കഴിഞ്ഞ് PSW അപ്ലൈ ചെയ്യുന്നതിന് പകരം ഞാൻ ഡിപ്പെൻഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു. ഒരു 6 to 8 വീക്സാണ്. അതായത് ശരിക്കും May 20 വരെയാണ് എൻ്റെ സ്റ്റുഡൻറ്റ് വിസ പീരീഡ് വരുന്നത്. അത് കഴിഞ്ഞ് അത്രയും ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ പാനിക്കായ സമയത്ത് എനിക്കൊന്നും അറിയാതെയാണ്. അത് May 20th എന്ന് പറയുന്നത് May 20ക്ക് ഒരു 5 ദിവസം മുന്നേ എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താലേ നമുക്ക് ഒട്ടും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമുക്ക് നോർമൽ വഴിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടുകയുള്ളൂ. പക്ഷേ May 31st അതായത് ഡെഡ് ലൈന് ഒരു ദിവസം മുന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ സോളിസിറ്റർ, എൻ്റെ വക്കീലൊക്കെ ഒരുപാട് പറഞ്ഞായിരുന്നു, ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ഭയങ്കര അൺസർട്ടനിറ്റി ആയിരിക്കും, എന്താ നടക്കുക, എന്താ സംഭവിക്കാൻ പോകുന്നത്, ജീവിതത്തിൽ ഇനി ഒരു തരത്തിലും ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതൊക്കെ. എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു ഉറപ്പിക്കൽ, നാട്ടിലൊരു ഉറപ്പിക്കൽ ഈ കഴിഞ്ഞ ജൂലൈ 2025 ജൂലൈയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനും ആളും കൂടെ ഇങ്ങോട്ട് പോന്നു. ശരിക്കും പറയാമല്ലോ, ആ ഒരു സമയം UK ഇവിടുന്ന് ഒരുപാട് പ്രാർത്ഥനയിലാണ് പോയതെങ്കിലും ആ പഠിക്കുന്ന ഒരുപാട് വർഷം ഞാനല്ലാണ്ടായി മാറി ഒരുപാട് സമയങ്ങളായിരുന്നു. തമ്പുരാൻ്റെ കൃപയിൽ നിന്നും ആ ഒരു സ്നേഹത്തിൽ നിന്നൊക്കെ ആ ഒരു പ്രൊവിഡൻസിൽ നിന്നൊക്കെ ഒരുപാട് അകലത്തിൽ, ഈവൻ ദോ ഈശോ അടുത്തുണ്ടായിരുന്നെങ്കിലും ആ പ്രസൻസ് സ്വന്തമായിട്ട് ഫീൽ ചെയ്യാതെ എൻ്റേതായ ഇഷ്ടങ്ങൾ കൊണ്ടും എൻ്റേതായ താല്പര്യങ്ങളിൽ മാത്രം മുഴുകി നടന്നൊരു സമയമായിരുന്നു. ഒട്ടും നമുക്ക് പള്ളിയിൽ പോവാത്ത ദിവസങ്ങളുണ്ടായിരുന്നു, കുമ്പസാരിക്കാൻ മാസങ്ങളെടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ഒരുപാട് വീഴ്ചകളിലും ഒരു പാഠം ഉൾക്കൊള്ളാതെ തമ്പുരാൻ്റെ കൃപ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ തമ്പുരാൻ്റെ ഹിതം മാത്രം നോക്കി നടക്കുക എന്നുള്ളൊരു ചിന്തയില്ലാതെ നടന്ന സമയങ്ങളായിരുന്നു. അപ്പം എൻ്റെ പേഴ്സണൽ ഇഷ്ടം പോലെ ഞങ്ങളിങ്ങോട്ട് പോന്നു. വീട്ടിലപ്പോഴും പറഞ്ഞിട്ടില്ല, ഞങ്ങളിങ്ങനെ വിസയ്ക്ക് വെച്ചിട്ടുണ്ട്, ഇതുവരെ എന്നാൽ ഡിസിഷൻ പോലും വന്നിട്ടില്ല എന്നുള്ള കാര്യം വീട്ടിലപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാനെപ്പോഴും ഇങ്ങനെ കൂളാണോയെന്ന് ചോദിച്ചാൽ പുറമേ കൂളാണ്, പക്ഷേ ഉള്ളിൽ ഭയങ്കര സ്ട്രഗിളുണ്ട്. എന്നെക്കാൾ അധികമായിട്ട് എൻ്റെ വൈഫിൻ്റെ, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ ഡിപ്പെൻഡ് വിസയ്ക്ക് വെച്ച കാര്യം. അങ്ങനെ ആ സമയത്ത് വക്കീൽ പറഞ്ഞു 6 to 8 വീക്സ്, ഒരു 6 മുതൽ 8 ആഴ്ചകളാണ് എടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ ജൂലൈയിൽ വീട്ടിൽ വന്നു. തിരിച്ചു പോകാൻ സമയം ജൂലൈ 31 തിരിച്ചു പോകാൻ സമയം ഒരു ദിവസം മുന്നെയാണ് പാരൻസിനോട് പറയുന്നത്. അവരൊന്നും പറഞ്ഞില്ല, കാരണം ഒരു മകനാണ്, അവർക്ക് ഉള്ളതെല്ലാം കൊടുത്ത് കുറച്ച് ലോണും എടുത്തിട്ടാണ് എല്ലാം സമർപ്പിച്ചാണ്. ജീവിതം തന്നെ എനിക്ക് സമർപ്പിച്ച 2 പേര്, അവർക്ക് ഉള്ള സമ്പാദ്യവും കൊടുത്തിട്ട് എന്നെ അയച്ച മകൻ ഇങ്ങനൊരു വിസയുടെ അനിശ്ചിതത്വത്തിലാണെന്ന് അറിയുന്നൊരു സമയം അവരുടെ ചങ്ക് തകർന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് എന്താ കാരണം എനിക്ക് അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല. കാരണം ഞാൻ ആയിട്ട് വഷളാക്കിയൊരു സിറ്റുവേഷനെ ഞാനായിട്ട് എങ്ങനെ അവരെ ആശ്വസിപ്പിക്കുന്നത്, അങ്ങനെ അവരെ ആശ്വസിപ്പിക്കാൻ പോലുള്ള യോഗ്യത എനിക്ക് ഇല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഞങ്ങൾ പിന്നെ ആൾ തിരിച്ച് കയറിപ്പോയി. ആൾ അവിടെ NHS നേഴ്സാണ്. അപ്പോൾ ഞാനപ്പോൾ സ്റ്റിൽ എൻ്റെ രണ്ടാമത്തെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് 28 വയസ്സായിട്ടുള്ള യുവാവ് നമ്മുടെ വീട്ടിൽ ഒരു ജോലിയും ഒരു കൂലി ഇല്ലാണ്ട് നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് നമുക്ക് ഞങ്ങളുടെ ഇവിടുന്ന് ഒരു തൊട്ടടുത്താണ്, ഒരു 10 മിനിറ്റ് എൻ്റെ വീട്ടിൽ യാത്രയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അറിയാം, കൃപാസനം അറിയാം, ഇവിടെ ഒരുപാട് നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അറിയാം. ലക്ഷക്കണക്കിന് ആൾക്കാരൊന്ന് ഉടമ്പടി എടുത്ത ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് സാക്ഷ്യങ്ങളും ഒരുപാട് മനസ്സലിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന അമ്മ മാതാവാൽ സാധ്യമാക്കപ്പെടുന്ന ഒരിടമാണെന്ന് അറിയാം. പക്ഷേ എങ്കിലും നമുക്കറിയാം, വിശ്വാസമുണ്ട്, വിലയുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ സ്റ്റിൽ അമ്മ മാതാവിൻ്റെ ആ ഒരു നീല അങ്കിയുള്ള സംരക്ഷണം ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് കുറവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയം അമ്മയായിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാം. അങ്ങനെ ഓഗസ്റ്റ് 18 എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞങ്ങളൊന്ന് ഉടമ്പടി എടുക്കുകയാണ്. അങ്ങനെ ഉടമ്പടി ജീവിതം തുടങ്ങിയപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 3ാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ. ഒരു ദിവസം പോലും ഡെയിലി ബ്രെഡ് പ്രാർത്ഥന മുടക്കിയിട്ടില്ല,
ഒരു ദിവസം പോലും 5:30-ക്കുള്ള ഞങ്ങളുടെ എഴുന്നേറ്റുള്ള പ്രത്യക്ഷ പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും കുർബാന ബലിയർപ്പിക്കുമായിരുന്നു. എല്ലാ ദിവസവും 2 ആഴ്ചയിൽ മുടങ്ങാതെ കുമ്പസാരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ വസ്തുക്കളും ഞങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ, ഞങ്ങൾക്കാവുന്ന രീതിയിൽ, ഞങ്ങളുടെ ഇപ്പോൾ വിസയുടെ കാര്യത്തിനായാലും ഞങ്ങൾ പോകുന്ന ഇടങ്ങളിലാണെങ്കിലും കാണുന്ന രോഗികളിലാണെങ്കിലും ഞങ്ങൾക്ക് തന്നെ പേഴ്സണലായിട്ട് വരുന്ന ഞങ്ങളുടെ ജീവിതത്തിനെതിരായും ഞങ്ങളുടെ വീടിനെതിരായും വരുന്ന ഓരോ കാര്യങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ അമ്മയുടെ പ്രത്യക്ഷീകരണ ശക്തിയാൽ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ഉടമ്പടി ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. കാരണം ഇത്രയും പ്രായമായ ഒരാൾ ഇപ്പോഴും ജോലി ചെയ്യുന്നില്ല, എന്താണ് ഇനി മുമ്പോട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇവിടെ നാട്ടിലൊരു ജോലി സ്റ്റാർട്ട് ചെയ്താൽ വിസ വന്നാൽ പെട്ടെന്ന് തിരിച്ച് കയറി പോകേണ്ടി വരുമെന്ന് അറിയത്തില്ല. എന്നിട്ടും എൻ്റെ അപ്പയും അമ്മയും രണ്ടും റിട്ടയർഡ് ആയവരാണ്. എന്നിട്ടും ഇത്രയും പ്രായമായ ഒരു മകനെ എനിക്ക് ചിലപ്പോൾ ആർക്കും തോന്നുമായിരിക്കും എനിക്കൊരു നാണം വേണ്ടെന്നുള്ളത്. എനിക്ക് ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്, ഒരുപാട് നീറുന്നുണ്ട് ഉള്ളിൽ. കാരണം എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഏത് സമയത്താണ് അങ്ങനെ ഡിസിഷൻ എടുത്ത്, എന്തുകൊണ്ട് ഞാൻ ഈശോയോടും അമ്മയോടും ചോദിച്ചില്ല എന്നുള്ളത്. എന്നിട്ട് ഒക്ടോബർ ഞാനൊരു സ്ഥലത്ത് പോയി. അവിടെ നിൽക്കുമ്പോൾ ഒക്ടോബർ 11-ാം തീയതിയാണ് മെയിൽ വരുന്നത്, എൻ്റെ വിസ റിജക്റ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനം ജോബ് 1:21, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം മഹത്വപ്പെടട്ടെ. ഈവൻ ദോ എൻ്റെ കയ്യിൽ മറ്റുള്ള അല്ലെങ്കിൽ ദൈവമായിട്ട് എടുത്തതല്ല, ഞാനായിട്ട് തന്നെ ഡിസിഷൻ ബോട്ടിൽ ചെയ്താണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലും ആ ഒരു വചനമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്തൊക്കെ അമ്മ എന്നോട് ആദ്യം പറഞ്ഞത് സാരമില്ല, നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം, നമുക്ക് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ആ പ്രത്യാശ കൈവിടുക. ഹോപ്പ് എന്നുള്ള സാധനം, അമ്മയിലുള്ള ഹോപ്പ്, അപ്പനിലുള്ള ഹോപ്പ് ഒരിക്കലും വിടുക. അപ്പ എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരിക്കുക, അമ്മ എന്ന് മാത്രം ഈശോയോട് ചേർന്ന് വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രം അമ്മ പറഞ്ഞത്. അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതും. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഏകദേശം ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞ് കല്യാണം ഏപ്രിലേക്ക് ഡിസൈഡ് ചെയ്തായിരുന്നു. ഏപ്രിൽ 11-ന് ഡിസൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ജോലി ഇല്ലാത്ത ഒരാളെയാണ് ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചു വിടുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഏറ്റുനിന്ന് എൻ്റെ മാതാവിനോടൊപ്പം നിന്നത് എൻ്റെ ആ സമയത്ത് ഫിയാൻസി ആയിരുന്ന എൻ്റെ വൈഫാണ്. കാരണം ഒരു തരത്തിലും എന്നിൽ പ്രതീക്ഷ വിട്ടില്ല. എൻ്റെ ഡിസിഷൻ മോശമായിരുന്നിട്ടും എന്നെ ആ സമയത്ത് ഉപേക്ഷിച്ച് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നിട്ടും എന്നെ മുറുകെ പിടിച്ച് ആൾ നേരത്തെ ഉടമ്പടി എടുത്തതാണ്. ആ അമ്മാതാവിലുള്ള വിശ്വാസവും ഈശോ കൊടുത്ത വലിയ സംരക്ഷണത്തിൻ്റെ അനുഗ്രഹവും മൂലം എന്നെ ചേർത്ത് പിടിച്ച് ഇപ്പം ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ച് ഇവരെല്ലാം അമ്മ മാതാവ് ഇവർക്ക് കൊടുത്ത ധൈര്യം, ആ ധൈര്യം ഇവർ എനിക്ക് പകർന്നുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നുകൂടെ അപ്പീലിന് കൊടുത്തു വിസയ്ക്കുള്ള. കാരണം ഒരു ചാൻസും ഇല്ല. ഞാൻ 10 ദിവസം അവിടെ ഓവർ സ്റ്റെയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് പോകുന്ന വിസ നാട്ടിലേക്ക് ഞങ്ങൾ പോന്നു. ഞാൻ എക്സിറ്റ് അടിച്ച് പോന്നു. വൺസ് ഇൻ എ മില്യൺ ചാൻസ്. ഇത് ഒരിക്കലും ഒരാൾക്കും കിട്ടത്തില്ല എന്നുള്ള സോളിസിറ്റർ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. ഞങ്ങൾ വിശ്വസിച്ചു ഇത് ഞങ്ങളുടെ കഴിവ് കൊണ്ടോ അവർ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള മെറിറ്റ് കൊണ്ടോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതായത് ഞങ്ങൾക്കൊരു മെറിറ്റും ഇല്ല, 0 മെറിറ്റാണ്. ഞങ്ങൾക്ക് വാദിക്കാനായിട്ട് ഞങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പോയിന്റ് പോലും ഞങ്ങളുടെ കയ്യിലില്ല. ആകെയുള്ളത് അമ്മയുടെ നീലങ്കി കൊണ്ടുള്ള പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ശക്തി കൊണ്ടുള്ള അപ്പൻ്റെ ആ പ്രൊവിഡൻസ് കൊണ്ടുള്ള മാത്രമാണ്. അതിൽ മാത്രം വിശ്വസിച്ച് ഞങ്ങൾ അപ്പീലിന് പോയി. അങ്ങനെ നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങൾ. വന്നിട്ട് കഴിഞ്ഞ മാർച്ചിൽ ഒന്നുകൂടെ പുതുക്കി, മാർച്ച് 18 ഒന്നുകൂടെ പുതുക്കി. അങ്ങനെ മാർച്ച് 18 മൂന്നാമത് പുതുക്കി. മാർച്ച് 20-ാം തീയതി ഉച്ചയ്ക്ക് 2:30 പ്രത്യക്ഷീകരണത്തിൻ്റെ ഡേറ്റ് അല്ല, പക്ഷേ സമയത്തിൽ മാതാവ് എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. ഇത് ഒരിക്കലും വിസയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ ഒപ്പം വിസയ്ക്ക് കിട്ടാനുള്ള സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പനമ്മ സ്ട്രഗിൾ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വൈഫ് സ്ട്രഗിൾ ചെയ്യാൻ ഞാൻ പ്രാർത്ഥിച്ചു. ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഒരുപാട് പേര് തളർന്നു വീഴുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയായിരുന്നു അമ്മ മാതാവിനോടും അപ്പനോടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ യോഗ്യത കൊണ്ട് മാത്രം ഈ കുർബാനകൾ ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഈശോയുടെ മുമ്പിൽ കരഞ്ഞ് അർപ്പിച്ചതിന് ഒരു കണ്ണുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ആയിരിക്കുന്നു. ഞങ്ങൾ ഓരോ സമയം അപ്പീൽ വെക്കുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേനും ഒക്കെ ഞങ്ങൾ കാര്യമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനായിരിക്കുന്നത് ഞാൻ ഒട്ടും ഡിസേർവിങ് അല്ലാത്തൊരു പൊസിഷനിലാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഒട്ടും യോഗ്യതയില്ല. എനിക്ക് ഒരു തരത്തിലും എനിക്കിത് മാതാവ് തരണമെന്നില്ല. പക്ഷേ എൻ്റെ യോഗ്യതയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ പ്രയത്നങ്ങളല്ല, അവിടുന്ന് ഞാനെപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ് ഞാൻ പാപിയാണ്. പക്ഷേ ഞാൻ പാപിയാകുന്നതിന് മുന്നേ അവിടുന്ന് എൻ്റെ അപ്പൻ്റെ മകനാണ് ഞാനെന്നുള്ള വിശ്വാസം, ആ ഒരു വിശ്വാസ്യത, ആ ഒരു കൺവിക്ഷൻ ഞാൻ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു.
ഇതുവരെ ഓരോ കാര്യങ്ങളും അമ്മയാണ് ഇതുവരെ നടത്തിയത്. കഴിഞ്ഞ 11-ാം തീയതി, ഇന്ന് 13-ആണ്, മിനിഞ്ഞാന്നായിരുന്നു ഞങ്ങളുടെ വിവാഹം. ആള് വിവാഹത്തിൻ്റെ ഡ്രസ്സിലാണ് വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം തന്നെ. പക്ഷെ സാധിച്ചില്ല. അതിന് ഞാൻ മാത്രം ക്ഷമയോജിക്കുന്നു. അപ്പോൾ ആള് വിവാഹ വസ്ത്രത്തിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ താഴ്ചയിലേക്ക് പോയി. ആ ഒരു താഴ്ചയിൽ നിന്ന് തമ്പുരാൻ എന്നെ ഈ അൾത്താരയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഓരോ ആൾക്കാർക്കും, ഓരോ മക്കൾക്കും മാതാവും ഈശോപ്പയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും കാത്തു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് മാതാവിനോട് ഇനിയും പ്രാർത്ഥിക്കാം, പ്രത്യക്ഷത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, മാതാവിനെ ഉള്ളിൽ കൊണ്ടു നടക്കാം. പ്രൈസ് ഗോഡ്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത് അഭയം തേടി വരുന്ന ഒരുപാട് മക്കളെ ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു പലർക്കും. അതുപോലെ തന്നെ പൈസയായിട്ടും വേണ്ടവർക്ക്, ഇപ്പം അമ്മ പറയുന്ന പോലെ കൈ അറിഞ്ഞ് ദാനം ചെയ്യുക എന്നുള്ളത്, അവർക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കാരുണ്യ പ്രവൃത്തികൾ ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലും റോഡരികിലും ഒട്ടും അറിയാത്ത കടകളിലൊക്കെ കൊണ്ടുപോയി. ആരും എൻ്റെ അടുത്ത് റിജക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനൊരു തരത്തിൽ ഒരിക്കലും പത്രം വേണ്ടാന്നോ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് യാതൊരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. ഇത് കൊടുത്ത് അവരെങ്ങനെ സ്വീകരിക്കും, നമുക്ക് അവരുടെ മനുഷ്യൻ്റെ ഇഷ്ടം നോക്കണ്ട എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിയത് പത്രം കൊടുക്കാൻ തുടങ്ങിയത് മുതലാണ്. കാരണം നമ്മുടെ ഹിതമല്ല, ഈശോ പ്രാർത്ഥിച്ച പോലെ അപ്പ എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം നിറവേറണം. ഈ പത്രം കൊടുക്കുന്നത്, ഉടമ്പടിയിൽ ഓരോ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഉടമ്പടി പ്രാർത്ഥിക്കുന്നതൊക്കെ എൻ്റെ ഹിതമല്ല, നമ്മുടെ ആരുടെ ഹിതമല്ല, ഇതെല്ലാം അപ്പനായിട്ട് നമുക്ക് ഏൽപ്പിച്ചതെന്നാണ്. ആ കാരുണ്യ പ്രവൃത്തികൾ അമ്മയോടുള്ള സ്നേഹം മൂലം, അപ്പനോടുള്ള അതിയായ സ്നേഹം മൂലം എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു മടിയുമില്ലായിരുന്നു. പലതവണ തുടക്ക സമയത്ത് മടിയുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഈ ഉടമ്പടി പല കാര്യങ്ങളും കാണുന്ന പോലും പല കാര്യങ്ങൾ ചെയ്യുന്ന പോലും മാറുന്നില്ല എന്ന് ഞാൻ തന്നെ എന്നെ വിധിച്ച കാര്യം ഞാൻ ഉടമ്പടി എടുക്കുന്നത് മൂലം എനിക്ക് മാറിക്കിട്ടി. ഒരു 9 മാസം മുന്നേയുള്ള ജോസ് അല്ല, ഇപ്പം ഇവിടെ ആൾക്കാർ നിൽക്കുന്ന ജോസ്. ആ ജോസിന് ഒരുപാട് അമ്മയുടെ പ്രൊട്ടക്ഷനുണ്ട്, ഒരുപാട് അമ്മയുടെ സ്നേഹമുണ്ട്. എൻ്റെ സംസാരത്തിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും ആ ഒരു ഗ്രേസ് അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് മേടിച്ചു തന്നതാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി. പ്രൈസ് ഗോഡ്. താങ്ക് യു. പ്രൈസ് ഗോഡ്. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത് ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോഴാണ്. ഒരു വിഷമമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ മാതാവിനെ അറിയുന്നത്. കാരണം ഞാൻ പഠിക്കുമ്പോൾ മാറിയിരുന്നാണ് നഴ്സിങ്ങിന് പഠിക്കാറ്, സൈലൻ്റ് ആയിട്ടുള്ള സ്പേസിൽ. ആ സ്പേസിൽ അവിടെ ഈ മിച്ചറൊക്കെ പൊതിഞ്ഞാണ് മാതാവിൻ്റെ പത്രം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് ഇങ്ങനെ പോയിരുന്ന് കഴിക്കുമ്പോൾ മിച്ചറൊക്കെ പൊതിഞ്ഞിരുന്ന ആ ഒരു പത്രത്തിലൂടെയാണ്, കൃപാസന മാതാവിൻ്റെ പത്രത്തിലായിരുന്നു മിച്ചർ പൊതിഞ്ഞിരുന്ന് ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. പിന്നെ അവിടെ കീറി പറിച്ചിടുന്നത്. ഞാൻ ആദ്യമായിട്ട് ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ കൃപാസനം, അതിൻ്റെ അഡ്രസ്സ് അതൊക്കെ കാണാൻ പറ്റും. അപ്പം ഇനി ഞങ്ങൾക്ക് ഫോൺ അനുവദിച്ചിട്ടിരുന്നില്ല നഴ്സിങ്ങിൻ്റെ സമയത്ത്. ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആയപ്പോഴാണ് ഫോൺ കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് ഞാൻ വെറുതെ ഫോൺ ഇടയ്ക്ക് കിട്ടുമ്പം ഞാനിങ്ങനെ അടിച്ചു നോക്കും, കൃപാസനം എവിടെയാണ്, എന്താണ് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ. അങ്ങനെയാണ് ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് UK യിലേക്കുള്ള എൻ്റെ വിസ, എൻ്റെ എല്ലാം OET CB ഞാൻ OET 2 തവണ എഴുതി. 3-ാമത്തെ തവണ എഴുതുമ്പം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വേണം എന്ന് നിർബന്ധമായിരുന്നു. മാതാവിൻ്റെ കാശുരൂപത്തിനോടൊപ്പം OET എക്സാം ഇറങ്ങി 3-ാമത്തെ തവണ ഇറങ്ങി വന്നു കഴിഞ്ഞ് എൻ്റെ കുറച്ച് പത്രം ഉണ്ടായിരുന്നു. ആ പത്രം ഞാൻ നടന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടന്ന് ഞാൻ വഴിക്കൂടെയും റോഡിലുള്ള വണ്ടി നിർത്തിയിരിക്കുന്ന ആൾക്കാർക്കുമൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഉടനെ എൻ്റെ വിസ വന്നു, എൻ്റെ COS വന്നു. എനിക്ക് അവിടെ എൻ്റെ OSCE എക്സാം ഞാൻ 2-ാമത്തെ തവണ പാസ്സായി. എല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തോടാണ്. ഇപ്പം ഞങ്ങളുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ 11-ാം തീയതി. അപ്പോൾ ആൾ പറഞ്ഞതുപോലെ ഒരുപാട് സ്ട്രഗിളിലൂടെ ഞങ്ങൾ കടന്നുപോയി. എനിക്ക് എൻ്റെ പേരൻസിനും നല്ല കൺസേൺ ഉണ്ടായിരുന്നു, എങ്ങനെ ആയിരിക്കും മുന്നോട്ട് പോകേണ്ടത്, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ മാതാവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് ഈശോയ്ക്ക് കൊടുക്കുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വിഷമിച്ച സമയങ്ങളുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ആളെനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, ഞാൻ അവിടെ ആളെവിടെ എന്ന് പറഞ്ഞ് ഇനി മുന്നോട്ട് ജീവിതം പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആളെ എൻ്റെ കൂട്ടണം കല്യാണം കഴിഞ്ഞ്.
അപ്പം മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു, ഈശോയിലൂടെ എനിക്ക് സാധിച്ചു തന്നു. കൃപാസന മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. ഒരിക്കലും മാതാവ് ഉടമ്പടി എടുത്തതിന് ശേഷം ആരെയും കൈവിടത്തില്ല. പൂർണ്ണമായി വിശ്വസിക്കുക, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാതാവ് ഉറപ്പായിട്ടും എല്ലാവരുടെയും യോഗങ്ങൾ സാധിച്ചു തരും. ഇത്രയൊക്കെ സ്ട്രഗിൾ ഉണ്ടായിട്ടും അറിയാലോ, ഒരു പെണ്ണിൻ്റെ അപ്പന് ഒരു സ്വന്തം, നിങ്ങൾക്കറിയാം, പേരൻസിന് കൺസേൺ ഉണ്ടാവും. ഒരു ജോലിയില്ലാത്ത, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ചെറുക്കൻ എങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കും എന്നുള്ള എൻ്റെ പേരൻസിന് നല്ല കൺസേൺ. അങ്ങനത്തെ തെറ്റായ രീതിയിലല്ല, എന്നാൽ അവരുടെ ഉള്ളിൽ എനിക്കത് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഉടമ്പടിയിൽ ഞാൻ ഇംഗ്ലീഷ് പത്രം ഇവിടുന്ന് വാങ്ങിയിട്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജോലി തുടങ്ങുന്നതിന്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എൻ്റെ ഈ ഭാഗത്തും കയ്യിലും കുരിശിലും കണ്ണിലും ചെവിയിലും മൂക്കിലും എല്ലാം ഞാൻ ഉടമ്പടി തൈലം പുരട്ടുമായിരുന്നു. കാരണം ഈശോയെ, മനുഷ്യജീവിതമാണ് എൻ്റെ കയ്യിലൂടെ കടന്നു പോകുന്നത്. അപ്പം എൻ്റെ കയ്യിലൂടെ ഈശോയെ നീ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ, ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കയ്യിൽ 3 തവണ കുരിശ് വരയ്ക്കുമായിരുന്നു. പിന്നെ നെറ്റിയിലും കണ്ണിലൂടെ ഞാൻ കാണുന്നത് ഈശോയെ നിൻ്റെ കണ്ണിലൂടെ ആയിരിക്കണേ, ഞാൻ സംസാരിക്കുന്നത് നിൻ്റെ വാവിലൂടെ ഞാൻ സംസാരിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. അതെനിക്ക് ഭയങ്കര അനുഭവമാണ്. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നല്ല ടെൻഷനായിരിക്കും. കാരണം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോബാണ് NHS. അപ്പം അവിടെ എൽഡർലി, പ്രായമായവരെയാണ് ഞാൻ നോക്കുന്നത്. എന്നാലും അവരിലേക്ക് ഈശോയെ അവരുടെ നിൻ്റെ മുഖം ദർശിച്ച് എനിക്ക് അവരെ ശുശ്രൂഷ ചെയ്യണമെന്ന് ഇപ്പം പ്രാർത്ഥിക്കുമായിരുന്നു. ഇച്ചിരി ടെൻഷനുള്ള കൂട്ടത്തിലാണ് ഞാൻ, ഇച്ചിരി വെപ്രാളം കൂടുതലാണ് ഓരോ കാര്യത്തിൽ. ഈശോയെ ആ സമയത്തൊന്നും നീ എന്നെ കൈവിടരുത്തരുതേ, എൻ്റെ തെറ്റ്, ഞാൻ ചെയ്യുന്ന തെറ്റ് നീ എനിക്ക് കാണിച്ചു തരണേ. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനത് ചെയ്യുന്ന കാര്യം തെറ്റായി ചെയ്യുന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് ഈശോ പുറകോട്ട് വലിച്ചിട്ടുണ്ട്. അത് അറിയാം, നഴ്സിങ്ങിലെന്ന് പറയുന്നത് ഭയങ്കര ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം നഴ്സിംഗ് കെയർ കൊടുക്കുമ്പോൾ. അപ്പോൾ അറിയാമല്ലോ, ആ സമയത്തൊക്കെ ഈശ്വരൻ ഒരുപാട് കരുതിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഉടമ്പടി ജീവിതം എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റും. പിന്നെ തിരി കത്തിക്കുന്നതിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫയറെല്ലാം ഒക്കെ വരുമ്പോൾ എന്നോട് എൻ്റെ ഹൗസ് ലോഡ്സ് പറയുമായിരുന്നു തിരി ഒന്നും കത്തിക്കാൻ പാടില്ല. എന്നാലും ഞാൻ തിരി കത്തിക്കുന്ന പോലെ കയ്യിൽ പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ എൻ്റെ അടുത്ത് വെക്കുമായിരുന്നു. പിന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ OSCE എക്സാമൊക്കെ പോകുന്ന സമയത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടുത്തെ ആരും ചവിട്ടാത്ത രീതിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പ് ഞാൻ നാവിൽ കൊള്ളുമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ദേഹത്ത് കുറച്ച് മുഴകളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം ആ ഞാൻ കണ്ടുപിടിച്ചത് ലേറ്റായിട്ടാണ്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന കൂടെ, ചെറിയൊരു കാര്യം വന്നാലും പെട്ടെന്ന് ടെൻഷനാവും. പിന്നെ മാതാവിൻ്റെ തൈല് ഞാൻ ഉടനെ കയ്യിലെടുത്ത് ഞാൻ മുഴയിൽ പരട്ടി ഒരു 2 to 5 സെക്കൻഡ്സ് എടുത്തില്ല. പെട്ടെന്ന് ഞാൻ അവിടെ തന്നെ ഫീൽ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഇത്രയും ഉണ്ടായിരുന്ന മുഴ ഇത്രയായിട്ട് ചുരുങ്ങിപ്പോയി. പിന്നീട് ഇപ്പോൾ അവിടെ ആ മുഴ കാണാറേയില്ല. അത് ഞാൻ എൻ്റെ അമ്മയോട് പറയാം, അമ്മ ഇതെന്താ സംഭവം, എനിക്ക് അറിയത്തില്ല, എനിക്ക് പെട്ടെന്ന് ടെൻഷനാവുന്നു, കല്യാണമാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ എവിടെ നിന്നോണ്ട് കാണിക്കണോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര കൺസേൺ ആയിരുന്നു. അപ്പം പറഞ്ഞു, കൊച്ചേ എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒന്നും കൂടെ പേടിക്കണ്ട, പ്രാർത്ഥിക്കും, മാതാവിൻ്റെ ഉടമ്പടി തൈലെടുത്ത് പരട്ട്. അപ്പോൾ അങ്ങനെ പരട്ടി ഉടനെ തന്നെ അത് ചുങ്ങി. ഇപ്പം അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ നാവിൽ അൾസറൊക്കെ വരുമായിരുന്നു. അൾസറൊക്കെ വരുമ്പോഴത്തേനും ഞാൻ അവിടെ പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടനെ തന്നെ അൾസർ ഹീലാവും. അപ്പം സമയചുരുക്കത്തിൻ്റെ മാതാവാണ് നമ്മുടെ കൃപാസന മാതാവ്. മാതാവിനെ ഒരിക്കലും കൈവിടത്തില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെയാണ് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ജീവിത അന്ത്യം വരെ ഞാൻ കൃപാസന ഉടമ്പടിയിലായിരിക്കും, മാതാവിൽ ഉടമ്പടിയിലായിരിക്കും. ഈശോയിൽ ഒരുപാട് ആശ്രയിച്ച് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയിലോട് പ്രാർത്ഥിക്കുന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ഈശോയ്ക്ക് മാതാവിനോ ഒത്തിരി 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 നന്ദി. ഈശോയ്ക്കും അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ മോൻ്റെ വിസയുടെ പ്രശ്നം വന്നപ്പോൾ ഈ മോളുടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ഒരാളാണ്. ആ വ്യക്തി പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ എംബസിയിൽ വിളിച്ച് പറയാം, അത് പെട്ടെന്നാക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഷീലുവിനോട് പറഞ്ഞു, ഇവനോട് പറഞ്ഞു, വേണ്ട, നമ്മൾ അമ്മയ്ക്ക് കൊടുത്തതാണ്, നമ്മുടെ അമ്മ നമ്മളെ കൈവിടില്ല, എനിക്ക് മറ്റൊരു വ്യക്തിയിലൂടെ എനിക്ക് വേണ്ട, അങ്ങനെ ഒരു വിസ വേണ്ട, എനിക്ക് എൻ്റെ അമ്മ മാതാവിൽ കൂടെ തന്നെ എനിക്ക് ആ വിസ കിട്ടിയാൽ മതി, അതുകൊണ്ട് പറയരുത്, ഒരു കാരണവശാലും അങ്ങേരെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു, അമ്മയെ അല്ലെങ്കിൽ എനിക്ക് അച്ഛനെ കണ്ട് അത് നമുക്ക് വേണ്ടി മാതാവ് ഒരുക്കിയ വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യം വരണം.
പക്ഷെ ഞങ്ങൾ 2-3 പ്രാവശ്യം എപ്പോഴും മിക്കവാറും ഞങ്ങൾ വരുമായിരുന്നു. അച്ഛനെ കാണാനോ അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ അച്ഛനോട് ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല, ശ്രമിച്ചെങ്കിലും. അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മൾ മാതാവ് നമുക്ക് തരും, നമുക്ക് ആ വ്യക്തിയുടെ ആ വ്യക്തിയിലൂടെ നമുക്കത് കിട്ടണ്ട, അപ്പോൾ ആ ക്രെഡിറ്റ് ആ വ്യക്തിക്ക് പോയാലോ, അതുകൊണ്ട് അത് വേണ്ട, എനിക്ക് എൻ്റെ അമ്മ വഴി മാത്രം തന്നാൽ മതി എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കാൻ. ഇന്ത്യയിൽ തന്നെ ഒരു വലിയ വ്യക്തിയാണ് അങ്ങേരെ, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ സാധിച്ചെന്ന മാതാവിനും ഈശോപ്പയ്ക്ക് 1000 നന്ദി. എത്ര പറഞ്ഞാലും മതിയാവാനാത്ത വിധം ഞങ്ങൾ ഒരു മരിച്ച വീട്ടിലെ പോലെ ആയിപ്പോയായിരുന്നു ഈ ഒരു 5-8 മാസം ഞങ്ങൾ ജീവിച്ചു പോയത്. അതുപോലെ തന്നെ ഈ കല്യാണത്തിൻ്റെ സമയത്തും ആൾക്കാർ വന്ന് ചോദിക്കും, മോൻ എന്താ ജോലി, അല്ല മോൻ എന്ത് ചെയ്യും, ഞങ്ങൾ അപ്പം നമ്മൾ എന്താ പറയുക, ഒരമ്മയ്ക്കും അപ്പം ഞങ്ങൾ എന്ത് പറയും. അപ്പം ആ സമയത്തും ഈശോയും അമ്മയും കൂടെ ഞങ്ങൾ തല ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾക്കൊരവസരം തന്നു. 20-ാം തീയതി കഴിഞ്ഞ 20-ാം തീയതി അതിൻ്റെ സന്തോഷം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നന്ദി പറഞ്ഞു അമ്മയോട്. അതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ എന്തായാലും പിന്നെ കല്യാണം, ഞാൻ ഏറ്റവും അവസാനമാണ് കല്യാണത്തിൻ്റെ ഒരു ഇത് പറഞ്ഞത്. ഞാൻ അന്ന് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്ന് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം, എനിക്ക് എന്നെ ഇവിടെ കയറ്റി അമ്മ നിർത്തണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അമ്മ എന്നെ അതിലൂടെ ഒത്തിരി എൻ്റെ സഹോദരങ്ങൾക്ക് രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട് കുറേ. അതൊന്നും അവരില്ലല്ലോ ഇവിടെ, അതുകൊണ്ട് പറയുന്നില്ല. സഹോദരനൊരു ഭവനം വാങ്ങാൻ പറ്റി, അതിന് നന്ദി പറയുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 115, 11, 12 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ജോസ് എന്ന ഈ മകനും ജീവിത പങ്കാളിയും അമ്മയും ഓരോരുത്തരുടെയും വാക്കുകളിലൂടെ പരിശുദ്ധമ്മ ഈ നാളുകളിൽ അത്ഭുതകരമായി എങ്ങനെ കരം പിടിച്ചുവെന്നും അടിപതറിപ്പോയ ജീവിത സാഹചര്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുവാൻ പറ്റും വിധം അമ്മ മാതാവ് ആ വിസ ഗ്രാൻഡ് ചെയ്തുകൊണ്ട് മകൻ്റെ വ്യക്തി ജീവിതത്തെ, മകൻ്റെ കുടുംബ ജീവിതത്തെ, കുടുംബത്തിൻ്റെ അഭിമാനത്തെ എല്ലാം അമ്മ മാതാവ് തിരികെ നൽകിയെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ജോസ് പറഞ്ഞു, 9 മാസം മുമ്പുള്ള ഒരു വ്യക്തിയല്ല ഞാനിപ്പോഴെന്ന്. മകൻ്റെ വാക്കുകളിൽ നമുക്കത് വ്യക്തമായിരുന്നു. ദൈവസന്നിധിയിൽ എളിമപ്പെടുന്ന, ഈശോയ്ക്ക് പ്രഥമസ്ഥാനം കൊടുക്കുന്ന, അമ്മ മാതാവിനോട് നിരന്തരമായ ബന്ധം സൂക്ഷിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ കൂടുതൽ ശാക്തീകരിച്ച് ദൈവം കൂടെയുണ്ടെങ്കിൽ ഏതു ജീവിത ക്ലേശത്തെയും തരണം ചെയ്യുവാനാകുമെന്ന പ്രത്യാശയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ജീവിതക്രമം ഉടമ്പടിയിലൂടെ മകന് ലഭിച്ചതും അത് അനുഗ്രഹത്തിന് കാരണമായതും ഈ എൽത്താരയിൽ മകൻ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. മകൻ പറയുന്നുണ്ട്, വിസയ്ക്ക് വേണ്ടി ഞാൻ അധികമൊന്നും അമ്മയോട് പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. ജോസിൻ്റെ ജീവിത പങ്കാളി അതിലും സുന്ദരമായി മകളുടെ ഉടമ്പടി ജീവിത അനുഭവങ്ങളെയാണ് പങ്കുവച്ചത്. മകൾ കൃപാസന മാതാവിനെ പരിചയപ്പെട്ട നാൾ മുതൽ വിവാഹത്തിൽ എത്തിച്ചേർന്ന ദിവസം വരെയും മകളെ അമ്മ മാതാവ് നയിച്ചതും കാത്തതും ഉയർത്തിയതും ഈ വിവാഹ ജീവിതത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ചില തടസ്സങ്ങൾ, ചില ക്ലേശങ്ങൾ ഉണ്ടായപ്പോൾ ഉറച്ചു നിന്ന് പ്രത്യാശയോടുകൂടി ആ വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി മകളെടുത്ത നിലപാടുകളും എല്ലാം വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. അമ്മ എടുത്തു പറഞ്ഞു, മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഇടപെടൽ വേണമെങ്കിൽ ഇതിന് ലഭിക്കുമായിരുന്നു, അത് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് മറ്റിനി ആരുടെ കരങ്ങളിലൂടെയും പോകണ്ടെന്ന് കരുതി ഭൗതികമായ സ്വാധീനങ്ങളല്ല, സ്വർഗീയമായ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതും കാത്തിരുന്ന് അമ്മയുടെ കരങ്ങളിലേക്ക് നിരന്തരം നിയോഗത്തെ കൊടുത്തുകൊണ്ടിരുന്നതുമെന്ന് അമ്മ ഏറ്റു പറഞ്ഞു. ഇവിടെ ജോസഫ് അച്ഛനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഈ ഒരു തടസ്സവും പ്രതിസന്ധിയും മാറണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അച്ഛനെ കാണുവാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കണം, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്കാണ് ജീവിത വിഷയം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് അമ്മ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ദുരന്ത മുഖമെന്താണോ ആ ഇടത്ത് അമ്മ കൂടെ നിന്ന് കുരിശിൽ മരിച്ച ഈശോയോട് നമ്മുടെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ഈശോ ഉയർത്തതുപോലെ
ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവിതം ഉയർക്കുന്നത് പോലെ, അഭിമാനത്തിൽ തലയുയർത്തി നിൽക്കുന്നത് പോലെ അമ്മ നമ്മുടെ ജീവിതത്തെ സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. നമ്മുടെ ജീവിത വിഷയങ്ങൾ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കാം. എത്ര ക്ലേശകരമാവട്ടെ, എത്ര നാളായി നാം കണ്ണീരോടുകൂടി കൊടുക്കുന്നതാവട്ടെ, ഇനി ഒരിക്കലും നടക്കില്ലെന്ന് മറ്റുള്ളവർ പറയുന്നതാവട്ടെ, അമ്മയ്ക്ക് ഈശോയുടെ കരങ്ങളിൽ കൊടുത്താൽ നേടിത്തരുവാൻ ഒന്നും അസാധ്യമല്ല. അതുകൊണ്ട് അമ്മയിൽ ശരണപ്പെടാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടുത്തുകൊണ്ട് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം നമുക്ക്